പോസ്റ്റൽ വോട്ടിംഗ് പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി ജീവനക്കാർ. NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ CEO ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണിപ്പോൾ. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ് വിവരങ്ങളുമായി. അക്ഷയ, ജീവനക്കാരുടെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ വേണ്ട തിരക്കിലായിരുന്നു ഇത്രയും ദിവസം സംസ്ഥാനത്തെ ജീവനക്കാരുണ്ടായിരുന്നത്. അവർക്ക് കൃത്യമായി വോട്ട് രേഖപ്പെടുത്താനായില്ല എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഇപ്പോൾ പോസ്റ്റൽ വോട്ടിംഗ് സംബന്ധിച്ച് NGO അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള അവിടെ മാർച്ച് നടക്കുകയാണല്ലോ. അപ്പോൾ ജീവനക്കാരുടെ ആവശ്യം എന്താണ് ഈ കാര്യത്തിൽ? ഈ മാർച്ച് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഈ വോട്ടിംഗ് സംബന്ധിച്ച്, അതായത് തപാൽ വോട്ടിംഗ് സംബന്ധിച്ചുള്ള ഫെസിലിറ്റേഷൻ സെന്ററുകൾ പുനരാരംഭിക്കണം എന്നുള്ളതാണ് NGO അസോസിയേഷന്റെ പ്രധാന ആവശ്യം. അതുമായി ബന്ധപ്പെട്ടാണ് അവരിപ്പോഴെന്തായാലും CEO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം മഹേഷ്, അതായത് ഈ തപാൽ വോട്ടിംഗുമായി ബന്ധപ്പെട്ട അതിന് നിയോഗിക്കപ്പെട്ട ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ജീവനക്കാരുടെ തപാൽ വോട്ടിംഗുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. അവർക്ക് തപാൽ വോട്ട് കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യാപകമായി ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ 20% ജീവനക്കാർക്ക്, അതായത് തിരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള സർക്കാർ ജീവനക്കാരിൽ 20% പേർക്ക് തപാൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു വലിയൊരു പരാതി. അതുമായി ബന്ധപ്പെട്ട് NGO യൂണിയൻ കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയത്തിലാണ് എന്തായാലും ഇപ്പോൾ ഒരു പ്രതിഷേധം കടുപ്പിച്ച് NGO അസോസിയേഷൻ CEO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 23,000-ഓളം ഉദ്യോഗസ്ഥർക്ക് വോട്ട് നഷ്ടമായി എന്നുള്ളതാണ് ഈ NGO അസോസിയേഷൻ ആരോപിക്കുന്നത്. അപേക്ഷ സമർപ്പിച്ചിട്ടും സമയത്തിന് ബാലറ്റ് പേപ്പറുകൾ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ എത്തിയില്ല എന്നതാണ് അതിനുള്ള പ്രധാന കാരണമായിട്ട് ഇവർ പറയുന്നത്. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നഷ്ടമായിട്ടുള്ള വോട്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ രക്തൻ യു കേൽക്കർ, അതായത് ഇലക്ഷൻ ഓഫീസറായിട്ടുള്ള രക്തൻ യു കേൽക്കർക്കെതിരെ വലിയ ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് റീൽസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ജൻസി വോട്ടുകൾക്ക് വേണ്ടിയിട്ട്, ജൻസികളെ ബൂത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് മധുരം വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ തിരക്കിലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഉണ്ടായിട്ടുണ്ടാവുക. എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഈ പ്രതിഷേധത്തിൽ അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഫെസിലിറ്റേഷൻ സെന്ററുകൾ, അതായത് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ തപാൽ വോട്ടിങ്ങിനായിട്ടുള്ള ഫെസിലിറ്റേഷൻ സെന്ററുകൾ പുനരാരംഭിക്കുക എന്നുള്ളതാണ് NGO അസോസിയേഷന്റെ പ്രധാന ആവശ്യം. മഹേഷ്, അക്ഷയ കൃഷ്ണാനന്ദാണ് വിവരങ്ങൾ നൽകിയത്.